ഹലോ ഗൈസ്, വെൽക്കം ടു എയർ ക്വസ്റ്റ്യൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡെഡ്പൂൾ 3 റിലീസാകാൻ പോവുകയാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഡെഡ്പൂൾ 3ൽ വരാൻ പോകുന്ന ക്യാമിയോസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് കൺഫേമായ ക്യാമിയോസും പിന്നെ റൂമേഴ്സും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റിന് നമുക്ക് കൺഫേമായ ക്യാമിയോസ് ഏതൊക്കെ നോക്കാം. നമ്മുടെ ഡെഡ്പൂളിൻ്റെ വേരിയൻസ് ഈ പടത്തിലുണ്ടാകും. ഫസ്റ്റ് നമ്മുടെ ഡെഡ്പൂൾ ഉണ്ടാകും. ഇതല്ലാതെ ഡെഡ്പൂളിൻ്റെ വേരിയൻസ് ആയിട്ടുള്ള കിഡ് പൂള്, പിന്നെ ലേഡി ഡെഡ്പൂള്, സോ ഡോഗ് പൂള്, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ മൂവിലുണ്ടാവും. സോ ലേഡി ഡെഡ്പൂൾ ഒരു 90% പടത്തിലുണ്ടാവും. പക്ഷേ ആരാണ് ലേഡി ഡെഡ്പൂളായിട്ട് വരാൻ പോകുന്നത് അറിഞ്ഞൂടാ. ബട്ട് ഉറപ്പായിട്ട് ലേഡി ഡെഡ്പൂൾ കാണും. വേറെയും ചില ഡെഡ്പൂൾ വേരിയൻസ് കാണും. പിന്നെ വൂൾവെറീൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൂവീസിൽ കണ്ട ഒരു വൂൾവെറീനല്ല, ആ വൂൾവെറീൻ്റെ വേറെ ഒരു വേരിയൻ്റാണ് ഈ പടത്തിൽ വരാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു വേരിയൻറ്റ് വൂൾവെറീൻ്റെ തന്നെ വേറെ വേരിയൻസും ഈ ഒരു പടത്തിലുണ്ടാകും. സോ അത് ഏതൊക്കെ വൂൾവെറീൻസ് ആണെന്ന് നമ്മൾ പടം കണ്ടറിയാം. അപ്പോൾ ഇതല്ലാതെ വേറെ ക്യാമിയോസിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ സേബർ ടൂത്ത് പടത്തിലുണ്ടാകും. അതായത് പഴയ 2000 വന്ന എക്സ്മെൻ മൂവിയിൽ കണ്ട സേബർ ടൂത്ത് പടത്തിലുണ്ടാകും എന്നുള്ള കാര്യം കൺഫേമാണ്. അല്ലെങ്കിൽ ചില ഫൂട്ടേജിലൊക്കെ കൺഫേം ആക്കിയിട്ടുണ്ട്. പിന്നെ ലേഡി ഡെസ്ട്രൈക്ക് ഈ പടത്തിൽ വരുമെന്ന് പറയുന്നുണ്ട്, പഴയ എക്സ്മെനിൽ കണ്ട. പിന്നെ പൈറോ എന്ന മ്യൂട്ടൻ്റ് ഉണ്ടാവും. പിന്നെ ജഗർനെറ്റ്, അതായത് പഴയ പടത്തിലൊക്കെ കണ്ട ഒരു കുട്ടി ജഗർനെറ്റ് ഇല്ലേ, ആ ഒരു ക്യാരക്ടർ പടത്തിലുണ്ടാവും, അത് കൺഫേമാണ്. പിന്നെ വേറെയും ചില മ്യൂട്ടൻസ് ഉണ്ടാവും. പിന്നെ ഇതല്ലാതെ കസാൻഡ്ര നോവയുടെ വില്ലൻ ക്യാരക്ടർ മൂവിലുണ്ട്. ആ ക്യാരക്ടറാണ് മെയിൻ വില്ലൻ എന്ന് പറഞ്ഞിട്ട്. ബട്ട് കസാൻഡ്ര നോവ എന്ന ക്യാരക്ടർ ഉണ്ടാവും. പിന്നെ ഡെഡ്പൂൾ പടത്തിൽ കണ്ട ഒരു ടാക്സി ഡ്രൈവർ ഇല്ലേ നമ്മുടെ കരൺ സോണിക്കിൻ്റെ, സോ ആ ഒരു കഥാപാത്രം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡെഡ്പൂളിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള വെനീസ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കൊളോസസ്, സോ കൊളോസസ് ഉള്ള കാര്യം കൺഫേം ആയെന്ന് എനിക്കറിഞ്ഞൂടെ. ബട്ട് മിക്കവാറും കൊളോസസും കാണാൻ, കാരണം ഡെഡ്പൂൾ 1, 2 ഉണ്ടല്ലോ, ചിലപ്പോൾ ഇതിലും വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് കൺഫേം ആയ ചില ക്യാമിയോസും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് റൂമേഴ്സിലോട്ട് കിടക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മുടെ ഡയർ ഡെവിൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്, നമ്മുടെ ബെൻ അഫ്ലെക്കിൻ്റെ ഡയർ ഡെവിൾ. സോ ഇത് പല റൂമേഴ്സ് നിങ്ങൾ എടുത്ത് നോക്കിയാലും ഉറപ്പായിട്ട് ഈ ഡയർ ഡെവിളിൻ്റെ പേര് കാണും. ചിലപ്പോൾ ബെൻ അഫ്ലെക്കിൻ്റെ ഡയർ ഡെവിൾ വരാൻ ചാൻസസ് ഉണ്ട്. ബട്ട് ബെൻ അഫ്ലെക്ക് അഭിനയിക്കുമെന്നാണ് എൻ്റെ ഡൗട്ട്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ എലക്ട്ര, അതായത് പഴയ മൂവീസിൽ കണ്ട എലക്ട്ര ക്യാരക്ടറിൽ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു ആക്ടേഴ്സ് തന്നെ ചില ഇൻ്റർവ്യൂസിൽ ചെറുതായിട്ട് ടീസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ പടത്തിൽ ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ ആ ആക്ടേഴ്സ് ഒന്നും പറഞ്ഞില്ല, അതായത് ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇല്ലെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡൗട്ട്, ചിലപ്പം ക്യാരക്ടർ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്ട്രോം, നമ്മുടെ ഹാലി ബെറിയിൽ സ്ട്രോം ക്യാരക്ടർ വരുമെന്ന് പറയുന്നുണ്ട്, കാരണം വേറെ മ്യൂട്ടൻസ് വരും. സോ ഇപ്പോൾ ഈ ഇടയ്ക്കാണെങ്കിൽ ഹാലി ബെറി പുള്ളിക്കാർ ഹെയറൊക്കെ മാറ്റിയ പഴയ വൈറ്റ് കളറൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ റൂമേഴ്സ് വന്ന് ചിലപ്പോൾ ഹാലി ബെറിയുടെ ഒരു സ്ട്രോം ക്യാരക്ടറും ഡെഡ്പൂൾ 3 വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗാംബിറ്റ് ഈ പടത്തിൽ വരാൻ സാധ്യത കൂടുതലെന്ന് പറയുന്നുണ്ട്. സോ ഗാംബിറ്റ് ഒരിക്കലും ക്യാരക്ടറാണ്, വരുമില്ലേ നമുക്ക് നോക്കാം. പിന്നെ ബ്ലേഡ്, സോ ബ്ലേഡ് എന്ന് പറയുമ്പോൾ പഴയ പടത്തിൽ കണ്ട ബ്ലേഡ് ക്യാരക്ടറിൽ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ചില ആൾക്കാർ ബ്ലേഡിനെ ഈ പടത്തിൽ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സോ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട്, സോ മിക്കവാറും ബ്ലേഡ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വന്ന് നമ്മുടെ ലോഗൻ്റെ മകൾ ലാറ ക്യാരക്ടർ ഈ പടത്തിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ലോഗൻ പടത്തിൽ കണ്ടില്ലേ. സോ ലാറ ക്യാരക്ടർ കുറച്ചും കൂടെ വളർന്നൊരു അഡൽട്ട് ആയിരിക്കും എന്ന് പറയുന്നത്, ചിലപ്പം വരും. പിന്നെ നമ്മുടെ പ്രൊഫസർ എക്സ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, കാരണം നമുക്കറിയാം ഇത് മ്യൂട്ടൻസ് ഒക്കെ വരുമ്പോൾ മിക്കവാറും പ്രൊഫസർ എക്സും കാണും. പിന്നെ മാഗ്നീറ്റിയും കൂടെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഹൾക്കാണെന്ന് നിങ്ങൾ ആലോചിക്കുക. ഹൾക്കിൻ്റെ ഒരു പേരും ഇടയ്ക്കിടയ്ക്ക് റൂമുകളിലേക്ക് ആയിട്ട്, കാരണം ഇപ്പോൾ കോമിക്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഹൾക്ക് വേഴ്സസ് വൂൾവെറിൻ ഫൈറ്റാണ് ഒരു ഐക്കോണിക് ഫൈറ്റ്. ചിലപ്പോൾ ഈ മൂവിൽ ഏതെങ്കിലും ഒരു ഹൾക്കിൻ്റെ വേരിയൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതിലെങ്കിൽ ഹൾക്കിന് വേറെ ലെവലായിട്ട് കാണിച്ചാൽ പൊളിയായിരിക്കും. സോ വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും MC ഹൾക്ക് ആയിക്കോല്ല, വേറെ ഏതെങ്കിലും ഒരു ഹൾക്ക് വേരിയൻ്റ് ആയിരിക്കും, നോക്കാം വരുമില്ലെന്ന്. പിന്നെ ലോക്കി വരുമെന്ന് റൂമേഴ്സ് ഉണ്ട്, കാരണം ഇത് നടക്കുന്നത് ഓഫ്കോഴ്സ് ആ ഒരു വോയിഡിലാണ്, TV ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ലോക്കിയും വരുമെന്നുള്ളൊരു റൂമേഴ്സ് ഇടയ്ക്ക് വരുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നില്ല ലോക്കി വരുമെന്ന്. കാരണം ലോക്കി ഇപ്പം മൾട്ടിവേഴ്സിനെ തന്നെ കൂടാതെ വരാൻ ചാൻസ് ഇല്ല. ബട്ട് ചിലപ്പോൾ ലോക്കിയുടെ വല്ല എന്താ പറയുക റെഫറൻസും വരാനും ചാൻസ് ഉണ്ട്, നോക്കാം. പിന്നെ സൈക്ലോസ് വരുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ നമ്മുടെ തോറിൻ്റെ ഒരു ചെറിയൊരു ക്യാമിയോ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ക്രിസ് ഹെംസ്വർത്ത്. അതായത് ഒരു ചെറിയ ഫൂട്ടേജ് കാണിക്കുമെന്ന് പറയുന്നുണ്ട് തോറിന്. അതായത് തോറ് വരുമെന്നല്ല, ആ ഫൂട്ടേജിൽ തോറിനെ കാണിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പേര് വരാനുള്ള മെയിൻ റീസൺ ആ പോർട്ടൽ ഓപ്പൺ ആയതാണ്. ടീസറിൽ പലയിടങ്ങളിൽ പോർട്ടൽ ഓപ്പൺ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആരാണ് പോർട്ടൽ ഓപ്പൺ ആക്കിയെന്ന് അറിഞ്ഞൂടാ. സോ മേ ബി ഡോക്ടർ സ്ട്രേഞ്ച് ഈ പടത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മോബിയസ്, അതായത് നമ്മുടെ TV കണ്ട ക്യാരക്ടർ വരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ബീസ്റ്റ് എക്സ്മെൻ പടത്തിൽ കണ്ട, സോ നോക്കാം, ബീസ്റ്റ് ചിലപ്പം വരുമെന്ന് തോന്നുന്നു. പിന്നെ ഒന്ന് പഴയ ഫാന്റാസ്റ്റിക് 4 വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്.
പിന്നെ ഒന്ന് ടൈലർ സ്വിഫ്റ്റിൻ്റെ ഒരു ക്യാരക്ടർ ഈ പടത്തിലുണ്ടാവും എന്ന് പറയുന്നുണ്ട്. സോ അതായത് ഡാൻസ് എന്നൊരു മ്യൂട്ടൻ്റായിട്ട് ടൈലർ സ്വിഫ്റ്റ് ഈ പടത്തിൽ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ചില റൂമേഴ്സും കാര്യങ്ങളൊക്കെ. ഇനി ഇതല്ലാതെ വേറെയും ചില ഓവറായിട്ടുള്ള റൂമേഴ്സും ഉണ്ട്. നമ്മുടെ ടോബിയുടെ സ്പൈഡർമാൻ, ഗോസ്റ്റ് റൈഡർ വരും, അങ്ങനെയൊക്കെ കുറച്ച് ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് മെയിനായിട്ട് ഇതൊക്കെയാണ് കൺഫേം ആയ ചില ക്യാമിയോസും ചില റൂമേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം കണ്ട് ഇവരൊക്കെ വരുമെന്ന് നിങ്ങൾ 100% ഉറപ്പിക്കേണ്ട. ചിലപ്പോൾ വരാതെ പോകാൻ ചാൻസസ് ഉണ്ട്. സോ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ ഇതിൽ ഏത് ക്യാമിയോയ്ക്ക് വേണ്ടിയാണ് വെയിറ്റിംഗ് എന്ന് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. പിന്നെ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യല്, ഒരു എക്സ്പെക്റ്റ് ചെയ്യുക. കാരണം എക്സ്പെക്റ്റേഷൻ ഒരു പടത്തിന് ഉറപ്പായിട്ട് നമുക്ക് കാണാനുള്ള ഇൻട്രസ്റ്റ് കൂട്ടും. ബട്ട് എല്ലാത്തിനും ലിമിറ്റ് വേണം. ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യല്. സോ ആവശ്യത്തിന് ചെയ്യുക. അപ്പോൾ നിങ്ങളില്ല ഏത് ക്യാമിയോയ്ക്കാണ് വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിലേക്ക് ചാനൽ കാണുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.